എന്താണ് പറയാനുള്ളത്? നമ്മുടെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് എന്തായിരുന്നു? അധികം നല്ല കട്ടിയുള്ള വെള്ളമൊക്കെ ആയിരുന്നു. ഇപ്പോ ഇത് വെച്ചതോടുകൂടി സൂപ്പർ ആയിട്ടുണ്ട്. നല്ല വെള്ളമൊക്കെ നല്ല ക്ലിയറായി, കുടിക്കാനൊക്കെ നല്ല ടേസ്റ്റി ഉണ്ട്. അത് കുറച്ച് വെള്ളം ലോക്കൽ ലാബിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഓക്കെ, ഇപ്പൊ സൂപ്പർ ആയിട്ടുണ്ട്, ക്ലിയർ ആയിട്ടുണ്ട്. പ്രഷറോട് പറയുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇത് ഉപയോഗിക്കുക. ഇതേപറ്റി ആളോട് തന്നെ ചോദിച്ചിട്ട് ആളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് ആളെ കൊണ്ട് തന്നെ ഇത് ചെയ്യിക്കാം. ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. വെൽമോണ്ട് വാട്ടർ സൊല്യൂഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ ചാലക്കുടി അടുത്തുള്ള പേരാമ്പ്രയിലാണ് നമ്മൾ വന്നേക്കുന്നത്. വേറെ ഒന്നുമല്ല, ഒരു വാട്ടർ പ്യൂരിഫയർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയാണ്. 11 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള അക്വാജയുടെ ഒരു വാട്ടർ പ്യൂരിഫയർ നമ്മൾ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കസ്റ്റമർ എന്ന് പറയുമ്പോൾ വേറെ ആരുമല്ല, സ്വന്തമായ നമ്മുടെ വർഗീസേട്ടൻ തന്നെയാണ്. അപ്പോൾ വർഗീസേട്ടന്റെ വീട്ടിലാണ് വന്നേക്കുന്നത്. അപ്പോൾ വർഗീസേട്ടന്റെ മകൻ അരുണായിട്ടാണ് കോൺടാക്ട് ചെയ്തത്. അപ്പോൾ അരുണിന്റെ നിർദ്ദേശപ്രകാരം നമ്മളിവിടെ RO തന്നെ ഇവിടേക്ക് നമ്മൾ സജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ വെള്ളം ഇവര് ലോക്കൽ ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വാട്ടർ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കിണർ എന്ന് പറയുമ്പോൾ ഓപ്പൺ വെല്ലാണ്. അപ്പോൾ ഇവിടുത്തെ വെള്ളം നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം, അതുപോലെ തന്നെ എന്താ പറയുക, ചെറിയ രീതിയിൽ അയൺ ഒരു 0.4, അതൊരു വലിയ അയണായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മുടെ pHന്റെ അഭാവം, പിന്നെ ചെറിയ രീതിയിൽ ടർബിഡിറ്റി, അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ആണ് ഉള്ളത്. അപ്പൊ അതിനെല്ലാം നമുക്കൊന്ന് മാറ്റിയെടുക്കാവുന്ന രീതിയിൽ ഉള്ള ഒരു RO വാട്ടർ പ്യൂരിഫയർ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ പ്രീ ഫിൽട്ടർ ആയിട്ട് ഒരു 5 മൈക്രോണിന്റെ സെഡിമെന്റ് ഫിൽറ്ററും അതേപോലെ തന്നെ അയൺ റിമൂവറാണ് നമ്മളിടത്തേക്ക് സജസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിന്റെ വിശേഷമായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. കുഞ്ഞു വീഡിയോ ആയിരിക്കുള്ളൂ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലാണ്. നമ്മുടെ കിച്ചന്റെ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ വെക്കേണ്ടത്. പിന്നെ പ്രീ ഫിൽറ്റർ നമുക്ക് തൊട്ടടുത്ത് തന്നെ റൈറ്റ് സൈഡിൽ കണ്ട് 2 പ്രീ ഫിൽറ്റർ നമുക്ക് അറ്റാച്ച് ചെയ്യാം. പിന്നെ പവർ പോയിന്റ് ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇതിൽ നമുക്ക് പവർ പോയിന്റ് ടാപ്പ് ചെയ്തെടുക്കാം. വെള്ളത്തിന്റെ ലൈൻ ആണെങ്കിൽ 2 ലൈൻ ഇവിടെ വന്നിട്ടുണ്ട്. ഒരെണ്ണം നമ്മുടെ ടാങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നതും വേറൊന്നും ഡയറക്റ്റ് മോട്ടർ അടിക്കുമ്പോൾ നേരിട്ട് കിട്ടാവുന്ന രീതിയിലുള്ള ഒരു പൈപ്പ് കണക്ഷൻ അവിടെ ഉള്ളത്.
നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ 11 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള 6 വാട്ടർ പ്യൂരിഫയറിന്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. അപ്പൊ ഞാൻ നേരത്തെ നിങ്ങൾക്ക് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ യൂണിറ്റിലേക്ക് കയറുന്നതിന് മുന്നേ 2 പ്രീ ഫിൽറ്റേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു 5 മൈക്രോണിന്റെ സെഡിമെന്റ് ഫിൽറ്ററും ഒരു അയൺ മോറും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ യൂണിറ്റിലേക്ക് കയറുന്നത്. യൂണിറ്റിന്റെ അകത്ത് നമ്മൾ ഓൾറെഡി കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്, ഒരു ആൽക്കലൈൻ ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിന്റെ ക്വാളിറ്റി ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു. കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം, pH-ന്റെ അഭാവം, ചെറിയ രീതിയിൽ ടർബിലിറ്റി, അതുപോലെ തന്നെ ചെറിയ രീതിയിൽ അയണിന്റെ സാന്നിധ്യം. അപ്പൊ ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം കൂടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ വെള്ളത്തിന്റെ ക്വാളിറ്റി ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സലന്റ് ക്വാളിറ്റിയാണ്, കസ്റ്റമർക്കും അത് ബോധ്യപ്പെട്ടതാണ്. അപ്പോ നമുക്ക് നേരിട്ട് നമ്മുടെ കസ്റ്റമർ, നമ്മുടെ റീസെലറോട് ചോദിച്ചു നോക്കാം, എങ്ങനെയുണ്ട്, വർക്ക് ഇഷ്ടപ്പെട്ടോ, എന്തായിരുന്നു ബുദ്ധിമുട്ട്, ഇതെല്ലാം നമുക്ക് കസ്റ്റമറിൽ തന്നെ നേരിട്ട് അറിഞ്ഞ് മനസ്സിലാക്കാം. അപ്പൊ റീസെട്ടാ ഇതാണ് നമ്മുടെ എന്താണ് പറയാനുള്ളത്, നമ്മുടെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് എന്തായിരുന്നു? അധികം നല്ല കട്ടിയുള്ള വെള്ളമൊക്കെ ആയിരുന്നു. ഇപ്പോ ഇത് വെച്ചതോടുകൂടി സൂപ്പർ ആയിട്ടുണ്ട്. നല്ല വെള്ളമൊക്കെ നല്ല ക്ലിയറായി, കുടിക്കാനൊക്കെ നല്ല ടേസ്റ്റി ഉണ്ട്. അത് കുറച്ച് വെള്ളം ലോക്കൽ ലാബിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഓക്കെ, ഇപ്പൊ സൂപ്പർ ക്ലിയർ ആയിട്ടുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ പ്രഷറോട്? പ്രഷറോട് പറയുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇത് ഉപയോഗിക്കുക. ഇതേപറ്റി ഇത് ആളോട് തന്നെ ചോദിച്ചിട്ട് ആളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് ആളെ കൊണ്ട് തന്നെ ഇത് ചെയ്യിക്കാം. ആയിക്കോട്ടെ. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾക്കും കാര്യങ്ങൾക്ക് വ്യക്തത ഒന്നാണെന്ന് വിശ്വസിക്കും. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക. അതേപോലെ തന്നെ നമ്മുടെ വർക്ക് ചാനലിലൂടെ വർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ.